ഹായ്, നീൽസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. മലയാളത്തിൽ തന്നെ എല്ലാവർക്കും ഒരുപാട് മാർക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇതിപ്പോ ഡിഗ്രി പ്രിലിംസ് ആയാലും അതുപോലെ LDC, +2 ലെവൽ ഏത് പരീക്ഷയ്ക്കും മലയാളം അത്യാവശ്യമാണ്. നമുക്ക് റാങ്ക് കിട്ടുന്നതിൽ ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട് മലയാളം. അപ്പോൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യം പറയാം. നമ്മൾ വിപരീത പദം, അതുപോലെ പര്യായം, സമാന പദം എന്ന് പറഞ്ഞിട്ട് സിലബസിൽ ഓരോ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ ഒരു ദിവസം 5ഓ 6ഓ വാക്കുകൾ പഠിക്കും. എന്നിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി 5 ദിവസത്തിന് ശേഷം 5 ദിവസം നമ്മൾ ഇതുപോലെ 5 സീരീസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 6ാമത്തെ ദിവസം നമുക്ക് ഒരു PYQ ചെയ്യാം. മലയാളത്തിൽ മുൻകാല വർഷ ചോദ്യപേപ്പർ ചെയ്യാം. എന്നിട്ട് അത് ഡിസ്കസ് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇങ്ങനെയാണ് ഞാൻ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മുടെ സീരീസ് 1ലേക്ക് പോവാം. ഓക്കെ, ആദ്യം തന്നെ വിപരീത പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വിപരീത പദം എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് മീനിങ്, അതായത് അതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ആന്റണിം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. ഏകദേശം അതുപോലെ തന്നെയാണ് ഇതും. അപ്പൊ വിപരീത പദങ്ങൾ പഠിച്ചാലോ? ഒന്നാമത്തെ വിപരീത പദം ഏതാണ്? അപേക്ഷ. അപേക്ഷ വിപരീതം ഉപേക്ഷ. എന്താണ് പറഞ്ഞത്? അപേക്ഷയുടെ വിപരീത പദം ഏതാണ്? ഉപേക്ഷ. ഇനി രണ്ടാമത്തത് ആച്ഛാദനം. ആച്ഛാദനം എന്ന വാക്കിന്റെ വിപരീത പദമാണ് അനാച്ഛാദനം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു പ്രതിമ അനാച്ഛാദനം ചെയ്തു, അതായത് വസ്ത്രം മാറ്റി അല്ലെങ്കിൽ അതിന്റെ തുണി മാറ്റി, അതിന്റെ മൂടപ്പെട്ടിട്ടുള്ള അത് മാറ്റി എന്നിട്ടല്ലേ പിന്നെ പ്രദർശിപ്പിക്കുക. അപ്പൊ ആച്ഛാദനം എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നർത്ഥമാണ്. അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ അത് മാറ്റുക, അതായത് വസ്ത്രമൊക്കെ ആണെങ്കിൽ അത് മാറ്റുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ ആച്ഛാദനം, അനാച്ഛാദനം. പറഞ്ഞേ, ആച്ഛാദനം, അനാച്ഛാദനം. ഓക്കെ അല്ലേ? ഇനി ഏകം. ഏകം എന്ന വാക്കിന്റെ വിപരീത പദമാണ് അനേകം. ഏകം എന്ന വാക്കിന്റെ വിപരീത പദമാണ് അനേകം. ഏകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്. അനേകം എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പൊ ഒന്ന്, ഒരുപാട്, അങ്ങനെ ഓർക്കുക. അപ്പൊ ഏകം എന്ന വാക്കിന്റെ വിപരീത പദമാണ് അനേകം. ഇനി അടിമയുടെ വിപരീത പദം എന്താണ്? ഉടമ. അത് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. അടിമയുടെ വിപരീത പദം ഏതാണ്? ഉടമ. ഇനി അനുകൂലം, പ്രതികൂലം. നമ്മൾ പറയും അനുകൂല സാഹചര്യമുണ്ട്, പ്രതികൂല സാഹചര്യമുണ്ട്. നമുക്ക് നമ്മുടെ ഭാഗത്ത് ഏറ്റവും ഫേവർ ചെയ്യുന്ന കണ്ടീഷൻസ്, അതായത് നമുക്ക് ഏതാണോ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ. ഇനിയിപ്പോ നമുക്ക് എതിരെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അതിനെ പ്രതികൂല അവസ്ഥ എന്നാ പറയാ. അപ്പൊ അനുകൂലത്തിന്റെ വിപരീതം എന്താണ്? പ്രതികൂലം. അനുകൂലം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? പ്രതികൂലം. മാറരുത്. ഇനി പ്രത്യക്ഷം, പരോക്ഷം. നമ്മള് കവിതകളൊക്കെ പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരിക്കും പ്രത്യക്ഷാർത്ഥവും അതുപോലെ പരോക്ഷാർത്ഥവും. നമുക്കിപ്പോ നമ്മുടെ ഭരണഘടനയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇലക്ഷൻ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. അവിടെ എന്താ പറയുന്നത്? നമ്മളിപ്പോ നേരിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പൊ നേരിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിന്റെ നമ്മൾ പറയുന്നത് പെട്ടെന്ന് ഗ്രഹിക്കാവുന്ന അർത്ഥമൊക്കെ നമ്മൾ എന്താ പറയാ, പ്രത്യക്ഷത്തിലുള്ള അർത്ഥം. കവിതകളിലാണെങ്കിൽ പറയും പ്രത്യക്ഷാർത്ഥം എഴുതുക എന്നൊക്കെ പറയില്ലേ. ഇനി അതിനൊരു ഇന്നർ മീനിങ്, അതിൽ നമ്മൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത അതിനൊരു ഉള്ളില് ഒരു അർത്ഥം കൂടി ഉണ്ടായിരിക്കും. അതാണ് പരോക്ഷാർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. പ്രത്യക്ഷം എന്ന വാക്കിന്റെ വിപരീത പദമാണ് പരോക്ഷം. ഓർത്തു വെക്കുക. ഇനി അതിഥി എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? ആതിഥേയൻ. അതിഥിയെ സ്വീകരിക്കുന്ന ആളാണ് ആതിഥേയൻ. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, അയാളാണ് അതിഥി. അതിഥി എന്നുള്ള വാക്ക് പദശുദ്ധിയിൽ വരാറുണ്ട്. അതിഥി. താൻ നോക്കിക്കേ, ആക്ക് ശേഷം ഏത് തായാണ്? ആദ്യത്തെ തായാണ്, തത്തേന്റെ തായാണ്. അതിനുശേഷം രഥത്തിന്റെ തായാണ്. അപ്പൊ അതിഥി. അതിഥി എന്നുള്ളത് വാക്ക് പദശുദ്ധിയിലും വരുന്നതാണ്, നോക്കി വെക്കാം. അതിഥി എന്ന് പറഞ്ഞാല് തിഥി നോക്കാതെ വരുന്ന, അതായത് സമയം നോക്കാതെ വരുന്നയാൾ. നമ്മളൊരു വീട്ടിലേക്ക് ഒരാൾ സമയവും കാലമൊക്കെ നോക്കിയിട്ടാണ് വരിക. അങ്ങനെയാണ് അയാൾക്ക് ഇഷ്ടമുള്ള സമയത്തല്ലേ വരിക. അപ്പൊ തിഥി നോക്കാതെ വരുന്നവൻ ആരാണ്? അതിഥി. അതിഥിന്റെ സ്പെല്ലിങ് നോക്കിക്കേ. അതിഥിയില് ആദ്യം തത്തേന്റെ ത, പിന്നെ രഥത്തിന്റെ ധ. അതിഥി. അതിഥിയെ സ്വീകരിക്കുന്നത് ആരാണ്? നമ്മളാണ്. നമ്മളാണ് ആതിഥേയൻ. ആതിഥേയൻ. അതിന്റെ സ്പെല്ലിങ് നോക്കണം കേട്ടോ.
എന്തൊക്കെയാ പറഞ്ഞത്? വിപരീത പദത്തിലെ അപേക്ഷാ വിപരീതം ഉപേക്ഷ, ആച്ഛാദനം വിപരീതം അനാച്ഛാദനം, ഏകം വിപരീതം അനേകം, അടിമ വിപരീതം ഉടമ, അനുകൂലം പ്രതികൂലം, പ്രത്യക്ഷം വിപരീതം പരോക്ഷം, അതിഥി വിപരീതം ആതിഥേയൻ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് പഠിക്കാം, പദശുദ്ധി. പദശുദ്ധിയില് ഇപ്പൊ പദശുദ്ധി എന്ന് പറയുമ്പോ തന്നെ ഏത് ഷായാണെന്ന് നോക്കണം കേട്ടോ. അത് ഇങ്ങനെ ഏതാണ് നോക്കണം. ചിലപ്പോ ഇനിയിപ്പോ പദശുദ്ധിന്റെ പദശുദ്ധി തന്നെ ചോദിച്ചാലോ? അപ്പൊ ഏതാ നോക്കാം. പദശുദ്ധി. പദശുദ്ധിയിൽ ഞാൻ കുറച്ചധികം വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരുപാട് വാക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതില് ബന്ധപ്പെട്ട് ഓരോ വാക്കിനോടും ഏകദേശം ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് അതിലെ ചിഹ്നങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂടുതലുണ്ട് എന്ന് കരുതിയിട്ട് പേടിക്കൊന്നും വേണ്ട, പഠിക്കാൻ സുഖമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ വാക്ക് ഏതാണ്? വിപരീത പദത്തിൽ നമ്മൾ പറഞ്ഞ വാക്ക് തന്നെയാണ് അതിഥി. അതിഥിയില് ആദ്യം തത്തേന്റെ തായും പിന്നീട് രഥത്തിന്റെ തായുമാണ് കേട്ടോ. അതിഥി. കവയിത്രി. കവയിത്രി ഒക്കെ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നോക്കുക, കവിയത്രി എന്ന് ചോദിക്കും, കവയത്രി എന്നും ചോദിക്കും. അപ്പൊ കവയിത്രി ആണ് കേട്ടോ. കവയിത്രി. എങ്ങനെയാ പറയാ? കവയിത്രി. കവിയുടെ എതിർലിംഗ പദമാണ് കവയിത്രി. അതുകൂടെ ഓർക്കുക. കവി കവയിത്രി. എന്താണ്? കവയിത്രി. ഇനി അടുത്ത വാക്കാണ് നിഘണ്ടു. ഡിക്ഷണറിയുടെ മലയാളം നിഘണ്ടു. നിഘണ്ടുവിന് ഏത് ഘായാണ്? നിഘണ്ടുവിന് ഘടികാരത്തിന്റെ ഘായാണ്. ഘടികാരത്തിന്റെ ഘായാണ് നിഘണ്ടു. ഘടികാരത്തിന്റെ ഘ നിഘണ്ടു. ഇനി വ്യത്യസ്തം. ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഈ അടുത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. വ്യത്യസ്തം. ശരിയായ വാക്യങ്ങൾ ഏതൊക്കെ? 1, 2 ശരി. അങ്ങനെ ഒരു ഇതിൽ കണ്ടതാണ്. വ്യത്യസ്തം. എന്താണ്? വ്യത്യസ്തം. വ്യത്യസ്തം. നോക്കണേ. വ്യത്യസ്തം എന്നാണ്, വ്യത്യാസം എന്നല്ല, വ്യത്യസ്തം. ഓക്കെ അല്ലെ? പിന്നീട് പ്രവൃത്തി. നമ്മൾ പറയും പ്രവർത്തി. പ്രവർത്തി എന്നാ പറയാ. ശരിക്കും അത് പ്രവൃത്തി എന്നല്ല, പ്രവൃത്തി എന്നാണ്. അതുപോലെ നിവൃത്തി. അതിനോടനുബന്ധിക്കുന്ന മറ്റൊരു വാക്കാണ് നിവൃത്തി. ഇങ്ങനെ നിവൃത്തി. നിവൃത്തിയും പ്രവൃത്തിയും ഒരുപോലെ വരുന്ന വാക്കുകളാണ്. അപ്പോ പ്രവൃത്തി, നിവൃത്തി അങ്ങനെയാണ് പറയാട്ടോ. അല്ലാതെ പ്രവർത്തി എന്നല്ല. പ്രവർത്തി എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ അല്ലേ? പ്രവർത്തി അല്ല, പ്രവൃത്തിയാണ്, നിവൃത്തിയാണ്. ഇനി പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? പ്രവർത്തിക്കുക എങ്ങനെയാണ് പറയാ? അപ്പോ പ്രവൃത്തി, പ്രവർത്തിക്കുക, നിവൃത്തി അങ്ങനെയാണ് കേട്ടോ. ഇനി ജ്യേഷ്ഠൻ. ജ്യേഷ്ഠന് ഏത് ടായാണ്? നമ്മള് ഡായല്ല, ഠായാണ്. നമ്മൾ വട്ടത്തിലുള്ള ജ്യേഷ്ഠന് വട്ട് അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ജ്യേഷ്ഠന് വട്ടൊന്നും അല്ല, പക്ഷെ ഞാനൊരു അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ജ്യേഷ്ഠൻ ഏത് ടായാണ്? വട്ടത്തിലുള്ള. പാഠം എന്നൊക്കെ ഇതിന്റെയൊക്കെ ടായാണ് കേട്ടോ. ജ്യേഷ്ഠൻ. പിന്നെ അടിമത്തം. എന്നാണ് കേട്ടോ. അടിമത്വം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അടിമത്തം എന്നാണ്. തനി മലയാള പദങ്ങൾക്ക് തം എന്നും സംസ്കൃത പദങ്ങൾക്ക് ത്വം എന്നാണ് അവസാനം വരിക. അപ്പൊ അത് ഓർക്കുക. അടിമത്തം എന്നുള്ളത് തനി മലയാള പദമാണ്. അപ്പൊ അടിമത്തം എന്നാണ്, അല്ലാതെ അടിമത്വം എന്നല്ല. ഇനി നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രാരാബ്ദം. പ്രാരാബ്ദം. ശരിക്കും പ്രാരാബ്ദം എന്ന് പറയുമ്പോൾ രാക്ക് നീട്ടുള്ളത് തെറ്റായ വാക്കാണ് കേട്ടോ. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ മതി. അതിൽ തന്നെ ധ എന്ന് പറയുന്നത് നാ തിരിച്ചിട്ടുള്ള ധായാണ്. അതായത് ശൂലത്തിന്റെ ഒക്കെ കണ്ടിട്ടില്ലേ? ശൂലത്തിനൊക്കെ ഇങ്ങനെയായിരിക്കും. അപ്പൊ ശൂലത്തിന്റെ പോലെ ഇങ്ങനെ ഉള്ളതായാണെന്ന് ഓർക്കുക. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പ്രാരാബ്ധം അല്ല, പ്രാരബ്ധമാണ്. അടിമത്തം എന്നാണ്. ഇനി മൂഢൻ. മൂഢൻ വിഡ്ഢി എന്നർത്ഥം വരുന്ന മൂഢൻ. അപ്പൊ വിഡ്ഢി എന്നാവുമ്പോ 2 ഠ ഉണ്ടല്ലോ. അപ്പൊ കെട്ടുണ്ട്. മൂഢന് കെട്ടുണ്ട്. മൂഢൻ, മൂഢന് കെട്ടുണ്ട്. മൂഢന് കെട്ടുണ്ട്. അങ്ങനെ ഓർക്കുക. ഇനി പീഡനം. പീഡനം. പീഡനത്തിന് കെട്ടില്ലാത്ത ഡായാണ്. പീഡനത്തിന് കെട്ടില്ലാത്ത ഡായാണ്. ഓക്കെ അല്ലേ? ഇനി ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു അഥവാ ഉത്പതിഷ്ണു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഉയർച്ച ആഗ്രഹിക്കുന്ന ആള്. ഉയർച്ച ആഗ്രഹിക്കുന്നവനെയാണ് ഉൽപ്പതിഷ്ണു എന്ന് പറയുന്നത്.
ഇനി അതിന്റെ വിപരീതം എന്താണ്? യാഥാസ്ഥിതികൻ. അതായത് യാഥാസ്ഥിതികൻ എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥിതി തന്നെ നിലനിൽക്കാൻ, എന്താണോ അതിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളെയാണ് യാഥാസ്ഥിതികൻ എന്ന് പറയുന്നത്. അപ്പോ ഉൽപ്പതിഷ്ണുവിന്റെ വിപരീതം ഉൽപ്പതിഷ്ണു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഉൽപ്പതിഷ്ണുവിന്റെ വിപരീതം എന്താണ്? യാഥാസ്ഥിതികൻ. അത് നമുക്ക് വിപരീത പദത്തിൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾക്ക് വേണ്ടവർക്ക് എഴുതിയെടുക്കാം. ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർച്ച ആഗ്രഹിക്കുന്ന ആള്. ഒറ്റപ്പദത്തിലും വരാം. ഇനി അസ്ഥിവാരം. അസ്ഥിവാരം എന്ന് പറയുമ്പോൾ ഏത് തായാണ്? തത്തേന്റെ ത. അസ്ഥിവാരം എന്ന് പറയുമ്പോൾ ഏത് തായാണ്? തത്തേന്റെ ത. അസ്ഥി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം അസ്ഥി ഉണ്ടല്ലോ, എല്ല്, ഈ ധ ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അസ്ഥിവാരം എന്ന് പറയുമ്പോൾ ഏതാണ്? തത്തേന്റെ തായാണ്. ഓക്കെ അല്ലേ? ഇനി ഐകമത്യം. ഐകമത്യം എന്നാണ്, അല്ലാതെ ഐക്യമത്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐക്യമത്യം മഹാബലം, അങ്ങനെ ഒരു ശൈലി ഉണ്ടല്ലോ. പക്ഷെ ഐക്യമത്യമല്ല, ഐകമത്യാണ്. ഐക്യമത്യം അല്ല, ഇത് തെറ്റാണ്. ഐക്യ എന്നല്ല, ഐകമത്യം എന്നാണ്. ഐകമത്യം എന്നാണ്. ഇനി അസ്തമനം എന്ന് പറയാറുണ്ട്, എന്നാൽ അസ്തമനമല്ല, അസ്തമയം എന്നാണ്. അസ്തമയം എന്താണ്? അസ്തമയം. സൂര്യൻ അസ്തമിച്ചു എന്ന് പറയല്ലേ, സൂര്യാസ്തമയം എന്നാണ് പറയുക, അല്ലാതെ സൂര്യാസ്തമനം എന്നല്ല. ഓക്കെ ആണോ? ഇനി 3 വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇതില് 3 വാക്കുകൾ പറയാം. ഇത് കണ്ടോ? യാദൃച്ഛികം, യാദൃച്ഛികം, യാദൃച്ഛികം. ഈ യാദൃച്ഛികം, അതുപോലെ ഐച്ഛികം, ശിരച്ഛേദം. ഇതിലൊക്കെ ച ഏതാണ്? 2 ച ഉണ്ട്. അതായത് ആദ്യത്തെ ചായും ഖരവർണ്ണമുണ്ട്, അധികരവർണ്ണവും കൂടി ചേർന്നിട്ടുള്ള ചായാണ് യാദൃച്ഛികത്തിനും അതുപോലെ ഐച്ഛികം, പിന്നെ ശിരച്ഛേദം, വിദ്യുച്ഛക്തി എന്നതിലൊക്കെ ഉള്ളത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ യാദൃച്ഛികത്തിന് ഏത് ചായാണ്? യാദൃച്ഛികത്തിന്റെ ച 2 ച ഉണ്ട്. അതിൽ തന്നെ ചകാരം, അതുപോലെ ഖരവർണ്ണമുണ്ട്, അധികരവർണ്ണമുണ്ട്. ഖരവർണ്ണമുണ്ട്, അധികരവർണ്ണമുണ്ട്. ഏത് ചായാണ് യാദൃച്ഛികത്തിന്? ഈ ച, യാദൃച്ഛികം. ചില സ്ഥലങ്ങളിൽ യാദൃശ്ചികം എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. യാദൃശ്ചികം തെറ്റാണ്, ഇങ്ങനെ വരുന്നത് തെറ്റാണ്. അപ്പൊ ഓർക്കുക, യാദൃച്ഛികം എന്ന് പറയുന്നത് 2 ചായ കൂടി വരുന്നതാണെന്ന് ഓർക്കുക. അതിൽ തന്നെ ആദ്യത്തെ ചായും കെട്ടുള്ള ചായും, അങ്ങനെ ഓർക്കുക കേട്ടോ. ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് യാദൃച്ഛികം. അതുപോലെയുള്ള മറ്റൊരു വാക്കാണ് ഐച്ഛികം. പിന്നീടുള്ളതാണ് ശിരച്ഛേദം. ഈ 3 വാക്കുകളും ഞാൻ ഒരുമിച്ച് എഴുതിയത് നിങ്ങൾക്കത് മനസ്സിലാക്കാനാണ്. ഇനി വേറൊരു വാക്കുണ്ട്, വിദ്യുച്ഛക്തി. എന്താണ്? വിദ്യുച്ഛക്തി. വിദ്യുച്ഛക്തിക്കും ഇതുപോലെയുള്ള ച തന്നെയാണ് വിദ്യുച്ഛക്തി. വിദ്യുച്ഛക്തി പിരിച്ചെഴുതാൻ പറയാറുണ്ട്. വിദ്യുത് അധികം ശക്തി, ചേർത്തെഴുത്ത് പിരിച്ചെഴുത്തിൽ നമുക്ക് പറയാം. എന്നാൽ ഇപ്പോൾ സൂചിപ്പിച്ചെന്നുള്ളൂ. വിദ്യുച്ഛക്തിനെ എങ്ങനെ പിരിച്ചെഴുതാം? വിദ്യുത് അധികം ശക്തി. ഓക്കെ അല്ലേ? ഇനി ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കവയിത്രി പോലെയുള്ള മറ്റൊരു വാക്കാണ് അസന്ദിഗ്ധം. എന്താണ്? അസന്ദിഗ്ധം. അസന്ദിഗ്ധം എന്നതിന്റെ ശരിയായ രൂപം എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അസന്ദിഗ്ധം എന്ന് എഴുതുക? ആ സ ന്തി ധം, അസന്ദിഗ്ധം, അങ്ങനെയാണ് എഴുതുക. അസന്ദിഗ്ധം, മാറിപ്പോവരുതേ. ഇനി പശ്ചാത്താപം എന്നാണ് കേട്ടോ. പശ്ചാത്താപം, ഷായും ചായും കൂടി ചേർന്നിട്ടുള്ളതാണ് പശ്ചാത്താപം. അടുത്ത വാക്കാണ് പശ്ചാത്തലം. എന്താണ്? പശ്ചാത്തലം. പിന്നീടുള്ള വാക്ക് ഏതാണ്? വിദ്യുച്ഛക്തി. അപ്പൊ പദശുദ്ധിയിൽ നമ്മൾ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ പറയാം. അതിഥി, കവയിത്രി, നിഘണ്ടു, വ്യത്യസ്തം, പ്രവൃത്തി. പ്രവൃത്തി ഓർക്കുക. ജ്യേഷ്ഠൻ, ജ്യേഷ്ഠന് വട്ടാണ്. അപ്പൊ ഡ എന്ന് പറയുന്നത് വട്ടത്തിലുള്ള ഠായാണെന്ന് ഓർക്കുക. അടിമത്തം. ഇനി പ്രാരബ്ധം, മൂഢൻ, പീഡനം, ഉൽപ്പതിഷ്ണു, അസ്ഥിവാരം, തർജ്ജമ. തർജ്ജമയ്ക്ക് 2 ജ ഉണ്ട് എന്ന് ഓർക്കുക. തർജ്ജമ എന്ന് പറയുമ്പോൾ 2 ജ ഉണ്ട്. തർജ്ജമ
തന്നെ ഉച്ചരിക്കുമ്പോ രണ്ട് ജ എന്നുള്ള അർത്ഥത്തിൽ ഉച്ചരിക്കുക. പിന്നെ ഐക്യമത്യമല്ല ഐകമത്യം എന്നാണ്. അസ്തമനമല്ല അസ്തമയം എന്നാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു ഒരുപോലെയുള്ള വാക്കുകള് യാദൃച്ഛികം, ഐച്ഛികം, ശിരച്ഛേദം, വിദ്യുച്ഛക്തി ഇതിന്റെയൊക്കെ നോക്കുക കേട്ടോ. പിന്നീട് പറഞ്ഞ വാക്യം ഏതാണ്? അസന്ദിഗ്ധം. എന്താണ്? അസന്ദിഗ്ധം. പിന്നീട് പറഞ്ഞത് എന്താണ്? പശ്ചാത്താപം. എന്താണ്? പശ്ചാത്താപം. അടുത്തത് പശ്ചാത്തലം. ഓക്കെ അല്ലേ? അപ്പൊ പദശുദ്ധിയിൽ നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചു. നമ്മൾ ആദ്യം വിപരീത പദം പഠിച്ചു, ശേഷം പദശുദ്ധി പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? പരിഭാഷയാണ് ട്ടോ. അപ്പൊ പരിഭാഷ അതാ നമ്മൾ പറയാലോ ഇംഗ്ലീഷിന്റെ പരിഭാഷ, ഇംഗ്ലീഷിന്റെ ഓരോ സെന്റൻസ് കൊടുക്കും, എന്നിട്ട് അതിന്റെ പരിഭാഷ പറയും. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചിലപ്പോ ശൈലികളോ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളോ ഇംഗ്ലീഷിൽ കൊടുക്കാം, എന്നിട്ട് അതിന്റെ പരിഭാഷ വരും. അപ്പോഴാണ് നമ്മൾ കുടുങ്ങുക. കാരണം ശൈലികൾക്ക് നമ്മൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലിനൊക്കെ നമ്മൾ വിചാരിക്കുന്ന പരിഭാഷ ആവില്ല. കാരണം നേരായ ഒരു അർത്ഥമായിരിക്കില്ല പഴഞ്ചൊല്ലുകൾക്കൊക്കെ വരുന്നത്. അപ്പൊ പരിഭാഷയില് അക്കാര്യം ശ്രദ്ധിക്കാം. ഞാനിവിടെ കുറച്ച് പരിഭാഷകൾ കൊടുത്തിട്ടുണ്ട്. പഴഞ്ചൊല്ലിന്റെയാണ്, അതുപോലെ ശൈലിന്റെ ഒക്കെയാണ്. അപ്പൊ അത് ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തേത് ഒന്നാമത്തേത് ഏതാണ്? ഡേഞ്ചർ പാസസ് ഗോഡ് ഫോർഗോട്ടൻ. അപ്പൊ നമ്മള് ഇതിങ്ങനെ വായിക്കുമ്പോ ദൈവം മറന്നു എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അർത്ഥം എഴുതുക. പക്ഷെ അങ്ങനെയല്ല. ഡേഞ്ചർ പാസസ് ഡോർ ഫോർഗോട്ടൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? പാലം കടക്കുവോളം നാരായണ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാൽ കൂരായണ, അങ്ങനെ പറയുന്ന ഒരു രസത്തിന് പറയുന്ന കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഡേഞ്ചർ പാസസ് ഗോഡ് ഫോർഗോട്ടൻ. പാലം കടന്നപ്പോ ദൈവത്തിനെ മറന്നു, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാ നമ്മളത് ഓർക്കുക? പാലം കടന്നപ്പോ ദൈവത്തിനെ മറന്നു. ഗോഡ് ഫോർഗോട്ടൻ, ദൈവത്തിനെ മറന്നു. പാലം കടക്കോളെ ദൈവത്തിന് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് ദൈവത്തിനെ മറന്നു. അങ്ങനെ അത് കണക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഡേഞ്ചർ പാസസ് ഗോഡ് ഫോർഗോട്ടൻ, അതിന്റെ അർത്ഥം എന്താണ്? പാലം കടക്കുവോളം നാരായണ. ഇനി എവരി ആസ് ലവ്സ് ഹിസ് ബ്രേവ് ഫിൻ. രണ്ടാമത്തേത് എന്താ പറഞ്ഞത്? എവരി ആസ് ലവ്സ് ഹിസ് ബ്രേവ് ഫിൻ. അതിന്റെ അർത്ഥം എന്താണ്? കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. എല്ലാവർക്കും അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. എവരി ആസ് ലവ്സ് ഹിസ് ബ്രേവ് ഫിൻ. അപ്പൊ ആ എല്ലാ ആസും അതിന്റെ പിന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ നമ്മൾ ശരിക്കുള്ള മീനിങ് കറക്റ്റ് ആയിട്ട് അതിന്റെ ശരിക്കുള്ള ഇംഗ്ലീഷിന്റെ അർത്ഥമൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊന്നും പഠിക്കരുത്. ഒരു ലോജിക് വെച്ചിട്ട് പഠിക്കണം കേട്ടോ. അപ്പം എവരി ആസ് ലവ്സ് ഹിസ് ബ്രേഫിൻ എന്ന് പറഞ്ഞാല് കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് അർത്ഥം. ഇനി അടുത്തത് നമുക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റും. ലുക്ക് ബിഫോർ യു ലീവ്. അതായത് നമ്മള് എങ്ങനെയാന്ന് വെച്ചാല് ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ, അപ്പൊ നമ്മൾ നോക്കിയിട്ടേ ചെയ്യാവൂ, അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ ലുക്ക് ബിഫോർ, നോക്കിയിട്ട് മുമ്പ് എന്ന് പറയുന്ന ആ ഒരു അങ്ങനെ ഒരു കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുന്നിട്ട് കാൽ നീട്ടാവൂ. ഓക്കെ അല്ലേ? ഇനി സ്റ്റിൽ വാട്ടർ റൺസ് ഡീപ്പ്. സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടി നിർത്തുന്ന വെള്ളം, ആ ഒരു അർത്ഥത്തിൽ ഓർക്കുക. കെട്ടി നിർത്തുന്ന വെള്ളം, ഇപ്പൊ ഡാം ഒക്കെ ആണെങ്കിൽ അത് പൊട്ടിയാൽ എന്ത് ചെയ്യും? ആഴത്തിൽ ഒഴുകും, എല്ലാം നശിപ്പിക്കും. അതുപോലെ തന്നെയാണ് പൂച്ചയും. മിണ്ടാതെ അങ്ങനെ പൂച്ച മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ പാവാണെന്ന് വിചാരിക്കും. പക്ഷെ പൂച്ചയുടെ പ്രവൃത്തി തുടങ്ങിയാലോ പൂച്ച എല്ലാം നശിപ്പിക്കും. അപ്പൊ അങ്ങനെ ഓർക്കുക കേട്ടോ. മിണ്ടാ പൂച്ച കലമുടക്കും എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ്? സ്റ്റിൽ വാട്ടർ റൺസ് ഡീപ്പ്. അപ്പൊ എന്താ പറഞ്ഞത്? സ്റ്റിൽ വാട്ടർ റൺസ് ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിണ്ടാ പൂച്ച കലമുടയ്ക്കും. ഇനി ഒരു ചോദ്യപേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് ഫിലോളജി? ഇപ്പൊ എന്താണ് ഫിലോളജി എന്ന് പറയുന്നത്? ഭാഷാവിജ്ഞാനം. എന്താണ് ഫിലോളജി? ഭാഷാവിജ്ഞാനം. ഒന്നുകൂടെ പറഞ്ഞേ. ഫിലോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാവിജ്ഞാനം. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു വാക്കാണ് വാക്സിങ് ആൻഡ് വെയിനിങ്. ഒരു പ്രയോഗമാണ് വാക്സിങ് ആൻഡ് വെയിനിങ്. വൃദ്ധിക്ഷയങ്ങൾ. എന്താണ്? വൃദ്ധിക്ഷയങ്ങൾ. വൃദ്ധിക്ഷയങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ്? വാക്സിങ് ആൻഡ് വെയിനിങ്. എന്താണ്? വാക്സിങ് ആൻഡ് വെയിനിങ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഡേഞ്ചർ പാസസ് ഗോഡ് ഫോർഗോട്ടൻ. അത് പറഞ്ഞാല് പാലം കടക്കോളം നാരായണ. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? എവരി ആസ് ലവ്സ് ഹിസ് ബ്രേവ് ഫിൻ. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. ഇനി മൂന്നാമത് എന്താ പറഞ്ഞത്? ലുക്ക് ബിഫോർ യു ലീവ്. ഇരുന്നിട്ട് കാൽ നീട്ടാവൂ. ഇനി മിണ്ടാ പൂച്ച കലമുടയ്ക്കും. അതിന്റെ പരിഭാഷ എന്താണ്? ഇംഗ്ലീഷ് പരിഭാഷ എന്താന്ന് ചോദിച്ചാൽ പറയണം. സ്റ്റിൽ വാട്ടർ റൺസ് ഡീപ്പ്.
ഇനി ഭാഷാവിജ്ഞാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണെന്ന് ചോദിച്ചാൽ പറയണം ഫിലോളജി. എന്താണ് ഫിലോളജി. ഇനി വാക്സിംഗ് ആൻഡ് വെയിനിങ് എന്നതിന്റെ പരിഭാഷ എന്താണെന്ന് ചോദിച്ചാൽ പറയണം വൃദ്ധിക്ഷയങ്ങൾ. എന്താണ് വൃദ്ധിക്ഷയങ്ങൾ. അപ്പൊ ഈ നമ്മൾ ഇന്ന് 6 പരിഭാഷ പഠിച്ചു, 6 സെന്റൻസിന്റെ പരിഭാഷ പഠിച്ചു. അപ്പൊ അത് ഓർത്ത് വെക്കാം. ഒരു ലോജിക് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോ എന്റെ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് അറിയില്ല. അപ്പൊ അതിനനുസരിച്ച് അത് കണക്ട് ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? അടുത്തത് ഒറ്റപ്പദമാണ്. ഒറ്റപ്പദത്തിന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇപ്പൊ ഇതില് ഞാന് 7 ഒറ്റപ്പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ശരിക്ക് പഠിക്കുക. എന്നിട്ട് മോക്ക് ടെസ്റ്റ് എഴുതണം. തുടർന്ന് നമ്മൾ 5 ക്ലാസ്സിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അതിലും പങ്കെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഒറ്റപ്പദത്തിലേക്ക് പോവാം. ആദ്യത്തെ ഒറ്റപ്പദമായിട്ട് കൊടുത്തിട്ടുള്ള ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹത്തിന്റെ ഒറ്റപ്പദം എന്താണ്? ജിജ്ഞാസ. എന്താണ്? ജിജ്ഞാസു. ജിജ്ഞാസ. ഇനി അറിയാനുള്ള ആഗ്രഹമുള്ള ആളെ എന്ത് പറയും? ജിജ്ഞാസു. സു എന്ന് പറയും. ആഗ്രഹമുള്ള ആളെ ജിജ്ഞാസു. അപ്പൊ അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസ. എന്താണ്? ജിജ്ഞാസ. ഇനി ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്താ പറയാ? ജാഗരം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നൊരു വാക്കുണ്ടല്ലോ. ജാഗരൂകരായി നിൽക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ എപ്പോഴും ഉണർന്നിരിക്കണം, അതായത് ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു അലേർട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു അർത്ഥത്തിൽ പറയുന്ന കേട്ടോ. അപ്പൊ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ്? ജാഗരം. അതിന്റെ സ്പെല്ലിംഗ് നോക്കണേ. ജാഗരം. ജാഗരത്തിന് ഏത് ഗായാണ്? മൃദുവാണ് കേട്ടോ. ജാഗരത്തിന് മൃദുവർണ്ണാണ്. നമുക്കത് മലയാളത്തിലെ ഗ്രാമറിന്റെ ഭാഗത്ത് അക്ഷരങ്ങളിൽ വർണ്ണങ്ങളൊക്കെ പഠിക്കുമ്പോൾ പറയാട്ടോ. അത് വേണമെങ്കിൽ ഒരു ക്ലാസ് നമുക്ക് എടുക്കാം. അപ്പൊ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ്? ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ്? ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്താ പറയാ? ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്താ പറയാ? ജാഗരം. കണ്ടോ? ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ഓക്കെ അല്ലേ? ഇനി ദശരഥന്റെ പുത്രൻ. ദശരഥന്റെ പുത്രനെ എന്താ പറയാ? ദാശരഥി. ഒരുപാട് ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും വരാം. ദശരഥന്റെ പുത്രനെ എന്താ പറയാ? ദാശരഥി. ദശരഥന്റെ പുത്രനെ എന്താ പറയാ? ദാശരഥി. ഓക്കെ അല്ലേ? ദാശരഥിന്റെ വാക്കുകൾ നോക്കണം കേട്ടോ. അക്ഷരങ്ങൾ നോക്കണേ. അക്ഷരത്തെറ്റ് വരരുത് കേട്ടോ. അപ്പൊ ദശരഥന്റെ പുത്രൻ എന്താ പറയാ? ദാശരഥി. ഇനി വീരസേനന്റെ പുത്രൻ. വീരസേനന്റെ പുത്രൻ എന്താ പറയാ? വൈരസേനി. എന്താണ് പറയാ? വൈരസേനി. വൈരസേനി എന്ന് പറയുന്നത് ആരാണ്? വീരസേനന്റെ പുത്രൻ. വൈരസേനി എന്ന് പറയുന്നത് ആരാണ്? വീരസേനന്റെ പുത്രൻ. നിങ്ങൾ വൈരസേനി അല്ലെങ്കിൽ ദാശരഥി എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രത്യയം കുറെ ഭാഗത്ത് നമ്മൾ സ്ത്രീലിംഗ പ്രത്യയമായിട്ടാണ് രീതിയിലാണ് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ അങ്ങനെ ഓർക്കരുത്. വൈരസേനി എന്ന് പറയുകയാണെങ്കിലും പുത്രനാണ് കേട്ടോ. അപ്പൊ വീരസേനന്റെ പുത്രൻ എന്ന് പറയുന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? വൈരസേനി. ഇനി അടുത്തത് ഭീമന്റെ പുത്രി. ഭീമന്റെ പുത്രി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭൈമി. ഭീമന്റെ പുത്രി ആരാണ്? ഭൈമി. ഭീമന്റെ പുത്രി ഭൈമി. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അറിയാനുള്ള ആഗ്രഹത്തിന്റെ ഒറ്റപ്പദം എന്താണ്? ജിജ്ഞാസ. ജാഗര എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണർന്നിരിക്കുന്ന അവസ്ഥ. ദാശരഥി എന്ന് പറഞ്ഞാൽ ആരാണ്? ദശരഥന്റെ പുത്രനാണ്. അപ്പൊ ഇങ്ങനെ ഓർക്കാം. ദശരഥന്റെ പുത്രന്റെ പേരാണ് ദാശരഥി. വീരസേനന്റെ പുത്രന്റെ പേരാണ് വൈരസേനി. ഇപ്പൊ ഇങ്ങനെ ഒരു കഥയുണ്ട്. ദശരഥന്റെയും വീരസേനന്റെയും പുത്രന്മാർ ആരൊക്കെയാണ്? ദാശരഥിയും വൈരസേനിയും. ഭീമന്റെ പുത്രിയോടൊപ്പം ഭൈമിയോടൊപ്പം എങ്ങോട്ട് പോയി? കാട്ടിലേക്ക് പോയി. അങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ മതി ട്ടോ. അപ്പൊ ദശരഥന്റെ പുത്രൻ ദാശരഥി, വീരസേനന്റെ പുത്രൻ വൈരസേനി, ഭീമന്റെ പുത്രി ഭൈമി. അപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ലോകത്തെ സംബന്ധിച്ചത്. ഒറ്റപ്പദം എന്താണ്? ലൗകികം. എന്താണ്? ലോകത്തെ സംബന്ധിച്ചത്. ഒറ്റപ്പദം എന്താണ്? ലൗകികം. ഇനി ഋഷിയെ സംബന്ധിച്ചത്. ഋഷിയെ സംബന്ധിച്ചതും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഋഷിയെ സംബന്ധിച്ചത് എന്താണ്? ആശം. ഋഷിയെ സംബന്ധിച്ചത് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഋഷഭം വരെ കൊടുക്കുന്നുണ്ട്. ഋഷഭം കാളയാണ് കേട്ടോ. അപ്പൊ അത് മാറിപ്പോവരുത്. അപ്പൊ ഋഷിയെ സംബന്ധിച്ചത് എന്താണ്? ആർഷം. എന്താണ്? ആർഷം. ഓക്കെ അല്ലേ? അപ്പൊ ഒറ്റപ്പദം ഒന്നുകൂടെ പറയാം. ഋഷിയെ സംബന്ധിച്ചത് എന്ന് പറഞ്ഞാല് അതിന്റെ ഒറ്റപ്പദമാണ് ആശം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. ഭീമന്റെ പുത്രി ഭൈമി. വീരസേനന്റെ പുത്രൻ
വൈരസേനി, ദശരഥന്റെ പുത്രൻ, ദാശരഥി, ഉണർന്നിരിക്കുന്ന അവസ്ഥ, ജാഗരം, അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നവൻ, അറിയാൻ ആഗ്രഹിക്കുന്നവൻ, ജിജ്ഞാസു, അതുകൂടെ ഓർക്കുക. പിന്നെ ജാഗരത്തിന്റെ അക്ഷരങ്ങൾ നോക്കുക. ജാഗരം, ജാഗരത്തിൽ മൃദുവർണ്ണാണെന്ന് ഓർക്കുക. പിന്നെ പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഋഷഭം കാളയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റപ്പദം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഒന്ന് നോക്കൂ ട്ടോ. ഇനി അവസാനം നമ്മൾ പഠിക്കാൻ പോകുന്നത് പര്യായ പദങ്ങളാണ്. പര്യായ പദങ്ങൾ കൂടെ പഠിച്ചതിന് ശേഷം ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ വിപരീത പദം പറഞ്ഞു, പദശുദ്ധി പറഞ്ഞു, പിന്നെ പരിഭാഷ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്? ഒറ്റപ്പദം പറഞ്ഞു. 4 ടോപ്പിക്കിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4 ടോപ്പിലും കുറച്ചേ പഠിക്കുന്നുള്ളൂ. അപ്പൊ അത് കുറച്ച് പഠിച്ചിട്ട് നമുക്ക് വലിയ അറിവുണ്ടാക്കാം. ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നമുക്ക് വലിയൊരു വീട് ഉണ്ടാക്കാലോ. അതുപോലെ തന്നെയാണ് കുറച്ച് പഠിച്ചിട്ട് നമുക്ക് വലിയ അറിവുണ്ടാക്കാം. നമ്മുടെ പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാണ്. അത് ഇനി ഏത് ലെവൽ PSC ആണെങ്കിലും മലയാളം ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും പഠിക്കണമല്ലോ. അപ്പൊ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഇനിയിപ്പോ തൊട്ടടുത്ത് വരുന്ന PSCക്ക് തന്നെ ഇത് ഉപകാരപ്പെടണം എന്നൊന്നുമില്ല. ഇതിൽ നിന്ന് 1 2 വാക്ക് കിട്ടിയാൽ അത് നമുക്ക് അത്രയും ലാഭമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചിന്തിക്കാം. ഇനിയും എത്രയോ പരീക്ഷ വരാനുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കിത് അപ്പോഴൊക്കെ നമുക്കിത് ഓരോ സീരീസ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്കിത് വലിയൊരു വിജയമാക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ വേണം. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് പര്യായ പദത്തിലേക്ക് പോവാം. ആദ്യം നമ്മൾ പറയുന്നത് ആമയുടെ പര്യായമാണ്. ആമയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? കമഠം, കൂർമ്മം, ക്രോഡപദം, കച്ചപം, പഞ്ചകൂടം. കമഠം, കമഴ്ന്നാണല്ലേ കിടക്കുക. അപ്പൊ അങ്ങനെ ഓർക്കുക. ആമന്റെ പുറം അല്ലേ ബാക്കിൽ ഇങ്ങനെ കാണുമല്ലോ. അപ്പൊ കമഴ്ന്ന് കിടക്കുന്ന പോലെ. അപ്പൊ ആമേന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? കമഠം. കമഠത്തിന്റെ ഠ നോക്കണേ, വട്ടത്തിലുള്ള ഠായാണ്. അപ്പൊ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുമ്പോ ഒരു വട്ടം പോലെ ആയിരിക്കും എന്ന് ഓർക്കുക. ജസ്റ്റ് സങ്കല്പിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആമ, കമഠം, കൂർമ്മം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു ശൈലി, കൂർമ്മ ബുദ്ധി, ആമയുടെ ബുദ്ധി, അങ്ങനെ പറയില്ല, കൂർമ്മ ബുദ്ധി. അപ്പൊ കൂർമ്മം എന്ന് പറയുന്നത് ആരാണ്? ആമയാണ്. ഇനി ക്രോഡപദം, അതിന്റെ പുറത്തുള്ള അതായത് ആ പുറത്തുള്ള ചട്ടേന്റെ ഉള്ളിലാണല്ലോ കാല്. അപ്പൊ അങ്ങനെയുള്ള ഒരു രൂപത്തിനെയാണ് ഉദ്ദേശിക്കണതെന്ന് ആലോചിച്ചാൽ മതി. ക്രോഡപദം. പിന്നെ കച്ചപം. കച്ചപം എന്ന് പറഞ്ഞാല് ആമേന്റെ വസ്ത്രം പോലെയുള്ളതല്ലേ കൂട്. അപ്പൊ കച്ചപം. പഞ്ചകൂടം പഞ്ചഭുജ ആകൃതിയിലാണല്ലോ നമ്മൾ ആമേനെ വരയ്ക്കുമ്പോ എങ്ങനെ വരയ്ക്കുക? കുട്ടികളൊക്കെ ആയിരിക്കുമ്പോ നമ്മൾ എങ്ങനെയായിരുന്നു വരച്ചത്? ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വരക്കാറില്ലേ? ഇങ്ങനെ പഞ്ചഭുജം പോലെ. ഞാൻ വരച്ച ശരിയല്ല. അപ്പൊ നമ്മൾ അങ്ങനെ വരക്കാറില്ലേ? അപ്പൊ ആമേന്റെ പുറന്തോടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരക്കും. അപ്പൊ പഞ്ചകൂടം എന്ന് പറയില്ലേ? അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാട്ടോ. അപ്പൊ ആമേന്റെ പുറന്തോടിന് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ആമേന്റെ പര്യായ പദങ്ങള് കമഠം, കൂർമ്മം, ക്രോഡപദം, കച്ചപം, പഞ്ചകൂടം. ആമേന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? കമഠം, പിന്നീട് എന്താ പറഞ്ഞത്? കൂർമ്മം, പിന്നെയോ ക്രോഡപദം, കച്ചപം, പഞ്ചകൂടം. ഓക്കെ അല്ലേ? മാറിപ്പോലല്ലോ. ഇനി അടുത്ത ഒന്നിന്റെ പര്യായ പദത്തിലേക്ക് പോവാം. പാമ്പ്. ഇതിലിപ്പോ ഞാൻ പര്യായ പദങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. അല്ലാണ്ട് എല്ലാം കൂടെ കാണാതെ പഠിച്ചാലൊന്നും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്ന രീതി തന്നെയാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നില്ലെങ്കിൽ അത് വേണ്ട, വിട്ടേക്കുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ അടുത്തതിലേക്ക് പോവാം. പാമ്പിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? സർപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ്. ഉരകം എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ്. പന്നകം എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ്. അപ്പൊ പാമ്പിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? സർപ്പം, ഉരകം, പന്നകം. എന്തൊക്കെയാണ്? സർപ്പം, ഉരകം, പന്നകം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു പദത്തിലേക്ക് പോവാം. അതിരിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? എലുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിര്. സീമ, പിന്നെയോ പരിധി. അപ്പൊ എലുക, സീമ, പരിധി. ഇതൊക്കെ ഏതിന്റെ പര്യായ പദങ്ങളാന്ന് ചോദിച്ചാൽ പറയണം അതിരിന്റെ പര്യായ പദങ്ങളാണ്. എലുക, സീമ, പരിധി. ഇവർക്ക് ഏതിന്റെ പര്യായ പദങ്ങളാന്ന് ചോദിച്ചാൽ പറയണം അതിരി എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ്. അടുത്തത് പരീക്ഷകളില് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് താമരയുടെ പര്യായ പദങ്ങൾ. ഇതില് താമരയുടെ പര്യായ പദങ്ങൾ അല്ലാത്തത് ഏത് എന്ന് തിരുവനന്തപുരം
LDC ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം LDC തന്നെ തോന്നുന്നു. അതോ ഇനി ഖാദി ബോർഡ് മെയിൻസിലാണോ ചോദിച്ചത് എനിക്കറിയില്ല. ഞാൻ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ച് കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിരുന്നു താമരയുടെ പര്യായ പദം അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ താമരയുടെ പര്യായ പദം ഞാൻ ഇവിടെ കൊടുത്തതിനും അപ്പുറമുണ്ട്. പക്ഷെ നമ്മൾ കൊടുത്തതെങ്കിലും പഠിക്കണ്ടേ. അപ്പൊ നമ്മൾക്ക് താമരയുടെ പര്യായ പദങ്ങൾ പഠിക്കാം. ഓക്കെ അല്ലേ? ഇനി സലിജം എന്താണ്? താമരയാണ്. നീരജം താമരയാണ്. അംബുജം, അതുപോലെ വാരിജം, തണ്ടാർ, അരവിന്ദം, പത്മം, കമലം, പങ്കേരുഹം, പുഷ്കരം, വനജം, സരസിജം ഇതൊക്കെ താമരയാണ്. ഈ താമരയുടെ പര്യായ പദങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ജം 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 ഇങ്ങനെ അവസാനിക്കുന്നുണ്ട്. അപ്പോ വെള്ളത്തിന്റെ പര്യായം അല്ലെ ജലത്തിന്റെ പര്യായത്തോട് കൂടിയിട്ട് ജം ചേർക്കുന്ന ചില വാക്കുകളൊക്കെ താമരയുടെ പര്യായമാണ്. ഇനി അത് ദം ആണെങ്കിൽ ദായാണെങ്കിലോ ദോഷന്റെ ദാണ് വരുന്നെങ്കിലോ അത് മേഘത്തിന്റെ പര്യായ പദമാണ്. അപ്പൊ മേഘത്തിന്റെ പര്യായ പദം പറയുമ്പോൾ അവിടെയും പറയാം ട്ടോ. അപ്പൊ താമരയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? സലിജം, സലിലം, അതുപോലെ അതുപോലെ അമ്പു, വാരി ഇതൊക്കെ ജലത്തിന്റെ പര്യായാണ്. അതിന്റെ കൂട്ടത്തിൽ ജം എന്ന് ചേർത്തപ്പോ താമരയായി. ദം എന്ന് ചേർത്തപ്പോ ദം എന്ന് പറയുമ്പോ ഈ ദായാണ് ട്ടോ. ദം എന്ന് ചേർത്തപ്പോ അത് മേഘമായി. ഓർക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? താമരേന്റെ പര്യായ പദങ്ങൾ ഒന്നുകൂടെ പറയാം. സലിജം, ഒന്നാമത്തത് എന്താണ്? സലിജം. അടുത്തത് നീരജം. പിന്നീടോ അംബുജം. അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അതുപോലെ വാരി എന്ന് പറഞ്ഞാലും വെള്ളം അഥവാ ജലമാണ് കേട്ടോ. അപ്പൊ അംബുജം, വാരിജം, തണ്ടാർ. തണ്ടാർ നമുക്ക് വിഗ്രഹിക്കാൻ, അതായത് നമുക്ക് തന്നിട്ട് ഇത് ഏത് സന്ധിയാണെന്ന് ചോദിക്കും. അപ്പൊ ഗ്രാമർ പോർഷനിലും വരുന്നതാണ്. ഗ്രാമറിന്റെ ഭാഗത്ത് വരുന്നതാണ് തണ്ടാർ. തൺ പ്ലസ് താർ ആണ് തണ്ടാർ. എന്താണ്? തൺ പ്ലസ് താർ ആണ് തണ്ടാർ. തൺ പ്ലസ് താർ ഇതാണ് തണ്ടാർ. തൺ പ്ലസ് താർ ആണ് തണ്ടാർ. ഇതില് ഏത് സന്ധിയാണ് വരുന്നത്? ആദേശ സന്ധിയാണ് കേട്ടോ. അപ്പൊ തണ്ടാർ ഇതില് ണ എന്ന പ്രത്യയം അവിടെ അതായത് ത എന്ന തകാരം അവിടുന്ന് പോയിട്ട് ടകാരം വരികയാണ് ചെയ്തത്. അതൊക്കെ ഗ്രാമറിന്റെ ഭാഗത്താണുള്ളത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പിരിച്ചെഴുതാന്ന് പറയുമ്പോൾ തണ്ടാറിനെ എങ്ങനെ പിരിച്ചെഴുതുക? തൺ പ്ലസ് താർ. എന്താണ്? തൺ പ്ലസ് താർ, തണ്ടാർ. അത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. ഇനി അരവിന്ദം താമരയുടെ പര്യായാണ്. പത്മം, കമലം, പങ്കേരുഹം, പുഷ്കരം, വനജം, സരസിജം ഇതൊക്കെ താമരയുടെ പര്യായ പദങ്ങളാണ്. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം. സലിജം, നീരജം, അംബുജം, വാരിജം, തണ്ടാർ, അരവിന്ദം, പത്മം, കമലം, പങ്കേരുഹം, പുഷ്കരം, വനജം, സരസിജം ഇതൊക്കെ താമരയുടെ പര്യായ പദങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആമ്പലിന്റെ പര്യായ പദങ്ങളാണ്. ആമ്പലിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ആമ്പല് എപ്പോഴാ വിരിയ? രാത്രിയാ വിരിയ. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ശശി എന്ന് പറഞ്ഞാൽ ആരാണ്? ചന്ദ്രൻ. നിശ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാം ആമ്പലിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ശശിപ്രിയ, ശശിപ്രദം, കൈരവം, കുമുദം, നിശാപുഷ്പം. എന്തൊക്കെയാണ്? ശശിപ്രിയ, ശശിപ്രദം, കൈരവം, കുമുദം, നിശാപുഷ്പം. ഈ കൈരവം എന്ന് പറഞ്ഞാല് ആമ്പലാണെങ്കിൽ കേരവം എന്ന് പറയുന്നത് എന്താണ്? അരയന്നമാണ് കേട്ടോ. അപ്പൊ കേരവം എന്ന് പറഞ്ഞാൽ അരയന്നമാണ്. കൈരവം എന്ന് പറഞ്ഞാല് ആമ്പലാണ്. കുമുദം, കുമുദം നമ്മൾ കൗമുദി, ചന്ദ്രൻ ഒക്കെ കേട്ടിട്ടില്ലേ? നിലാവ്, ചന്ദ്രൻ അങ്ങനെയൊക്കെ വാക്ക് കൗമുദി അങ്ങനെ ഒരു അർത്ഥമുണ്ട് കേട്ടോ കൗമുദിക്ക്. അപ്പൊ കുമുദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമ്പലാണ്. നിശാപുഷ്പം, നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. രാത്രിയിൽ വിരിയുന്ന പുഷ്പം നിശാപുഷ്പം. ശശിപ്രിയ, ശശിപ്രദം ഇതൊക്കെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുക. അപ്പൊ ആമ്പല് വിരിയുന്നത് രാത്രിയിലാണ്. അപ്പൊ ആമ്പലിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ശശിപ്രിയ, ശശിപ്രദം, കൈരവം, കുമുദം, നിശാപുഷ്പം. ഓക്കെ അല്ലേ? ഇനി ഒന്നുകൂടെ നമ്മൾ പര്യായ പദങ്ങൾ പറയാം ട്ടോ. ശ്രദ്ധിച്ചിരിക്കാം. ആമയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? കമഠം, കൂർമ്മം, ക്രോഡപദം, കച്ചപം, പഞ്ചകൂടം. ആമയുടെ പര്യായ പദങ്ങൾ പറഞ്ഞു. മനസ്സിലാക്കുക ട്ടോ. ഇനി അടുത്തത് പാമ്പിന്റെ പര്യായ പദങ്ങളാണ്. പാമ്പിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? സർപ്പം, ഉരകം, പന്നകം. സർപ്പം, ഉരകം, പന്നകം. ഇനി എലുക, സീമ, പരിധി എന്നൊക്കെ പറയുന്നത് ഏതിന്റെ പര്യായ പദമാണ്? അതിര്. എലുക, സീമ, പരിധി,
എന്നിവ അതിരിന്റെ പര്യായ പദങ്ങളാണ്. ഇനി താമരയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? സലിജം, നീരജം, അംബുജം, വാരിജം, തണ്ടാർ, അരവിന്ദം, പത്മം, കമലം, പങ്കേരുഹം, പുഷ്കരം, വനജം, സരസിജം. ഓക്കെ അല്ലേ? ഇനി ആമ്പലിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ശശിപ്രിയ, ശശിപ്രദം, കൈരവം, കുമുദം, നിശാപുഷ്പം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? വിപരീത പദം. ആദ്യം നമ്മൾ വിപരീത പദം പഠിച്ചു. അതിനുശേഷം ഒറ്റപ്പദം പഠിച്ചു, പര്യായം പഠിച്ചു, പരിഭാഷ പഠിച്ചു. പിന്നെന്തൊക്കെയാ പഠിച്ചേ? അത്രേ പഠിച്ചുള്ളൂ അല്ലെ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഒക്കെ ക്ലിയർ അല്ലേ? എന്തൊക്കെയാ പഠിച്ചത് എന്ന് ഒന്നുകൂടെ പറയണോ? അപ്പൊ ഇന്ന് പഠിച്ചത് ഒന്നുകൂടെ നോക്കിക്കോളൂ. പര്യായം പഠിച്ചു, അതിനുശേഷം അതിന്റെ മുൻപ് നമ്മൾ ഒറ്റപ്പദം പഠിച്ചു, പിന്നെ പരിഭാഷ പഠിച്ചു, പദശുദ്ധി പഠിച്ചു, വിപരീത പദം പഠിച്ചു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിൽ ഈ 5 ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 ടോപ്പിക്കിലും 5 or 6 ഇനിയിപ്പോ 7 വരെ നമ്മൾ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ട്. അപ്പൊ ഇതെല്ലാം പഠിക്കുക. മോക്ക് ടെസ്റ്റ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഗ്രൂപ്പിലുണ്ട്, അതുകൂടെ ചെയ്യുക. എന്നിട്ട് 5 ക്ലാസ് സീരീസ് 5 സീരീസ് ആവുമ്പോൾ നമ്മൾ തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യും? ഒരു PYQ എടുത്തിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യും, ആ ക്ലാസ്സിലും പങ്കെടുക്കുക. അപ്പൊ നമുക്ക് മലയാളത്തിൽ ഒരു പുതിയ അധ്യായമാണ് നമ്മളിവിടെ അധ്യായത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടെ നിൽക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.